സാർ ഈ യു എസിൻ്റെ ആണവ വിമാനവാഹിനി അത് ചെങ്കടലിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് ഇറാനെ അല്ലെങ്കിൽ ഹൂത്തികളെ ഭയപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭയപ്പെടുത്തും. കാരണം വാസ്തവത്തിൽ ചെങ്കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എത്തിയിട്ടില്ല. അത് ഈസ്റ്റ് ചൈന സീയിലാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷെ ഇപ്പോൾ ഓൾറെഡി അവിടെ USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന വിമാനവാഹിനിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഘോരഘോരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ പുതിയ ആണവശക്തിയാൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ വരാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് USS കാൾ വിൻസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി വന്നു കഴിയുമ്പോൾ ആക്രമണം നല്ല ശക്തമാക്കാൻ കഴിയും അമേരിക്കയ്ക്ക് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹൂത്തികളെ പറ്റി ചിന്തിക്കുക വേണ്ട, ഹൂത്തികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ദാറ്റ് ഈസ് അവർ സോൾ റെസ്പോൺസിബിലിറ്റി, യു നീഡ് നോട്ട് ബോദർ അബൌട്ട് ദാറ്റ് എന്നുള്ളതാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. ഇസ്രായേലാണെങ്കിൽ ഹമാസുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഈ USS കാൾ വിൻസൺ എന്ന് പറയുന്ന ഷിപ്പ് അവിടെ വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പവേർഡ് ബൈ ന്യൂക്ലിയർ എനർജി. അപ്പോൾ സാധാരണഗതിയിൽ അമേരിക്കയുടെ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒരു സ്ഥലത്ത് അങ്ങനെ അടുത്ത് വരാറില്ല. പക്ഷെ ഇപ്പോൾ ഈ ഹൂത്തികളുടെ ഇത് രണ്ടാലൊന്ന് തീരുമാനിക്കണം എന്ന് ട്രംപ് ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഈ എയർക്രാഫ്റ്റ് കാരിയർ കൂടി അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൂട്ടരെയും ഒരു പാഠം പഠിപ്പിക്കണം. ഹൂത്തികളെ മാത്രമല്ല, ഇറാൻ്റെ പ്രോക്സിയായിട്ട് നടന്നിട്ട് ഇവിടെ കിടന്ന് ഈ വേഷം കിട്ടുന്നതാണ് ട്രംപിനെ ഏറെ പ്രകോപിപ്പിക്കുന്നത്. അപ്പം മുമ്പ് ഹൂത്തികൾക്ക് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഇറാൻ എളുപ്പമായിരുന്നു. അവരത് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഈ എന്താ പറയുക, നമ്മുടെ സിറിയ ഉണ്ടല്ലോ, സിറിയ വഴിയാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിറിയ ഇറാൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഈ ആസാദിൻ്റെ കാലത്ത് നിലനിന്നിരുന്നത്. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞുപോയി. കാരണം ഇപ്പോൾ സിറിയ ശത്രുപക്ഷത്തായിപ്പോയി. അല്ലെങ്കിൽ ഇറാനെ ശത്രുവായിട്ട് കാണുന്നു സിറിയ ശത്രുവായിട്ട് ഇറാനും കാണുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ സിറിയ വഴി ഇപ്പോൾ ഒന്നും അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അതാണ് ഇറാൻ്റെ ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ്. കാരണം ഇറാന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹൂത്തികൾ ഈ പാടക കഴിക്കുന്നത്, അല്ലെങ്കിൽ യമനി പണികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇറാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്ന്, ഇങ്ങനെ അയക്കാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നടത്തുന്ന ഓരോ ഷോട്ടും, അതായത് ഈ ഹൂത്തികൾ നടത്തുന്ന ഓരോ ഷോട്ടും അത് ഇറാൻ്റേതായിട്ട് കണക്കാക്കി ഇറാനെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഈ അവർക്ക് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അടിച്ചു കളയാനായിട്ടുള്ള വല്ല തിരക്കിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രകോപനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്ക അങ്ങോട്ട് കയറും. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവർ ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ഫെസിലിറ്റീസാണ്. അതുകൊണ്ട് ഇറാന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഹൂത്തീസിനെ ഇങ്ങനെ ട്രംപ് വിളിക്കുന്നത് ബാർബറിയൻസ് എന്നാണ്. അതായത് സംസ്കാരമില്ലാത്തവർ, അപരിഷ്കൃതർ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് ഹൂത്തീസ് അൺസിവിലൈസ്ഡ് ബാർബറിയൻസ് ആണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ അഭിപ്രായം. അപ്പോൾ അതനുസരിച്ച് ഈ പ്രാകൃതർ എന്ത് വില കൊടുത്തും അവർ അനിഹിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യും. അവരുടെ സർവനാശമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ 53 ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഈ ഹമാസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെതിരെയാണ്, ഹമാസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്ടോബർ 7 ഈ ആക്രമണം തുടങ്ങിയ ശേഷം ഇസ്രായേൽ കയറി ഗാസയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ ഇടപെടുന്നതാണ് ഹൂത്തികൾ. അപ്പോൾ ഹൂത്തികളെ കൊണ്ട് വലിയ ശല്യമായി. ഇസ്രായേൽ തന്നെ അവിടെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് സീയിലൂടെ പോകുന്ന എല്ലാ ഷിപ്പുകളെയും അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അമേരിക്കയുടെ ആയിക്കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിൻ്റെ ആയിക്കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ആയാലൊക്കെ ആ റെഡ് സീ വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കുള്ള കപ്പലുകൾ പലതും സൂയസ് കനാലിലൂടെയാണ് കടന്നു വരുന്നത്. ഇപ്പോൾ സൂയസ് കനാലിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മുമ്പുണ്ടായിരുന്നതിൻ്റെ 2/3 എന്ന് പറയാവുന്ന ആ വ്യവസായം അവിടെ അവസാനിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് വെസ്റ്റേൺ പവേഴ്സ് ഡിറ്റർമിൻഡ് ആണ് എന്ത് വില കൊടുത്തും ഈ റെഡ് സീയിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കണം, സുഗമമാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് USS ഹാരി എസ് ട്രൂമാൻ ആണ്. ആ USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പൽ വിമാനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാദ, സന, ഹുദൈദ, സലീഫ് പോർട്ട്, മരീബ് മുതലായ സിറ്റീസിലൊക്കെ ഇവർ ആക്രമണം നടത്തി. ഒരേ സമയം തന്നെ 10 സിറ്റീസ് വരെ ആക്രമിക്കുന്ന രീതിയിലാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാന് ഇവരെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മുമ്പ് ഇസ്രായേൽ ഗാസയിലേക്ക് കയറിയപ്പോൾ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഹൂത്തികൾ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിക്കുമായിരുന്നു. ഇസ്രായേൽ ഹൂത്തികളെ അടിക്കുമ്പോൾ ഇറാൻ അവിടെ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേപോലെ ചെയ്യാനായിട്ട് ഇറാന് കഴിയില്ല. കാരണം ഇറാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണമായിട്ട് മാത്രമേ ഞങ്ങൾ ഹൂത്തികളുടെ ആക്രമണത്തെ കണക്കാക്കുള്ളൂ. ഹൂത്തികളുടെ ഓരോ ഷോട്ടും ഇറാനിൽ നിന്നും വരുന്ന ഷോട്ടായിട്ട് കണക്കാക്കി ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഒരുമിച്ചായിരിക്കും ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും കയറി ഇപ്പോൾ ബോംബ് ഇടുന്നത് പോലെ ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷേ അവർ ആക്രമിക്കാൻ പോകുന്നതും അവർ ബോംബിടാൻ പോകുന്നതും ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെയാണ്. അത് പിടിച്ചാൽ കിട്ടാത്തൊരു പ്രശ്നമായിട്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഹൂത്തികളുടെ മേത്ത് കൊണ്ടുവരുന്ന ഓരോ ബോംബും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ മേത്തിടുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇറാന് ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് സന, അതാണ് ക്യാപിറ്റൽ. സനായിൽ ഈ അൽ ജറാഫ് എന്ന് പറഞ്ഞിട്ട് ഹൂത്തികളുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വിൽ ദിസ് ഡിറ്റർ ദി ഹൂത്തീസ്? അതായത് ഹൂത്തികൾ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കുമോ? ഈ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ഹൂത്തികൾ വെറുതെ ഇരിക്കുമോ? അതോ വിൽ ഇറ്റ് ഫർദർ ഇൻഫ്ലെയിം ടെൻഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇനി ടെൻഷൻ ഇതുകൊണ്ട് വർദ്ധിക്കാൻ പോവുകയാണോ, അതോ ഹൂത്തികൾ അടങ്ങിയിരിക്കാൻ പോവുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് നേരിടും എന്നൊക്കെയാണ് പറയുന്നത്. അവർ ബെൻഗൂറിയൻ എയർപോർട്ട് ഇസ്രായേലിലുള്ളത് ആക്രമിച്ചു എന്ന് പറയുന്നു. ഹാരി എസ് ട്രൂമാനിലേക്ക് റോക്കറ്റ്സ് അയച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റ് ഒന്നും കണ്ടിട്ടില്ല. ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ബെൻഗൂറിയൻ എയർപോർട്ടിലേക്ക് ഈ പറയുന്ന റോക്കറ്റ്സ് ഒന്നും എത്തുന്നില്ല. ഹാരി എസ് ട്രൂമാൻ ആണെങ്കിൽ അവിടെ നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ അടിച്ച് നിരപ്പാക്കുകയാണ് എന്നാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇനിയിപ്പോൾ ഈ പറയുന്ന ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന USS കാൾ വിൻസൺ എന്ന് പറയുന്ന ഷിപ്പ് ഈസ്റ്റ് ചൈന സീയിൽ നിന്നും ചെങ്കടലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആക്രമണങ്ങൾ ഒന്നുകൂടി റീഡബിൾഡ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. അതാണ് അവസ്ഥ.